മക്കളെ കൊല്ലം MLA നമ്മുടെ മുകേഷ്. അന്തസ് വേണം, അന്തസ്. മുകേഷ് വീണ്ടും എയറിലേക്കാണ് പോകുന്നത്. മുകേഷിൻ്റെ ഒരു ഫോൺ കോളും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. എന്തൊരവസ്ഥയുടെ ഇയാളത്. ഒരു MLA അല്ലേ, ഒരു ജനപ്രതിനിധി അല്ലേ. ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള സംസാരമാണ് ഒരു MLA സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പാണി നിർത്തി പോയി കൂടെ മുകേഷ് എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പം എന്താണെങ്കിലും നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ നോക്കാം. വിഷയം സംഭവിക്കുന്നത് ഗൗതം എന്ന് പറഞ്ഞൊരു വ്യക്തി, വേറൊരു വ്യക്തി രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ ജോലി ലഭിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഈ രാഗം രാധാകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും അയാളുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെയൊക്കെ പ്രൊഫൈൽ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്, അയാളുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഈ വ്യക്തിക്കെതിരെ അനവധി കേസുകൾ, വഞ്ചന, കുറ്റം പരിപാടികളൊക്കെ ഉണ്ട്. ഇയാളുടെ സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ വട്ടം ഇലക്ഷന് നിന്ന സമയത്ത് മുകേഷിനെ നല്ല മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ നല്ല രീതിയിൽ പൊക്കിയടിക്കുന്ന ഒരുത്തൻ. ഓക്കെ, അപ്പോൾ പിന്നെ ഓബിയസ്ലി മുകേഷിനെ പൊക്കിയടിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ മുകേഷിന് വേണ്ടിയിട്ടൊക്കെ അന്ന് ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു കൊല്ലത്ത് എന്നുള്ളതൊക്കെയാണ് അയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ആൻഡ് ഇയാൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനവധി ഫ്രോഡ് പരിപാടികളും കുറേ വോയിസ് കോൾ ലീക്കാക്കിയതൊക്കെയുള്ള പല ഡൂബിയസ് ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടുള്ള ഒരാൾ, അതും മുകേഷ് MLAയുടെ മെയിൻ എർത്ത് എന്നുള്ള രീതിക്ക് അറിയപ്പെടുന്ന രാഗം രാധാകൃഷ്ണന് 5 ലക്ഷം രൂപ ജോലിക്കായി കൊടുത്തു. ഇതിൽ പോലീസ് കേസായി, വിഷയങ്ങളായി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു MLA ഒരു MLA ഒരു പൗരൻ വിളിക്കുകയാണ്. പൗരൻ വിളിക്കുമ്പോൾ ഒരു മാന്യത വേണ്ടേ, ഒരു അന്തസ്സ് വേണ്ടേ മുകേഷിൻ്റെ ഭാഷയിൽ. ആ അന്തസ്സൊന്നും മുകേഷിനില്ല. ഓക്കെ, എന്താണെങ്കിലും മുകേഷും ഇയാളും തമ്മിലുള്ള ഫോൺ കോളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്ന് നമുക്ക് കേൾക്കാം. ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. മുകേഷ് സാറാണോ? അതെ, അത് അറിയാമല്ലോ, പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2 നമ്പറിൽ വിളിച്ചത്, അതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് നിന്നാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാന് ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. അതെ, നിർത്തിക്കോ. ജീവൻ വേണമെങ്കിൽ നിർത്തി പൊയ്ക്കോ കേട്ടോ. അയ്യടാ, MLA മുകേഷ് എന്നാണ് ഒരാളെ ജീവൻ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയത്? സൈബറായിട്ട് കണക്ട് ചെയ്യാനാ മുകേഷിന്റെ ഫോണാ, ഒരു MLAന്റെ ഫോണാ? സൈബർ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു നിരീക്ഷണം ഒരാളുടെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് നടത്തണം എന്നുണ്ടെങ്കിൽ അയാൾ ഭൂലോക ഫ്രോഡായിരിക്കും. MLA മുകേഷ് അപ്പോൾ വലിയ ഫ്രോഡുമാണ്. ഇവിടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മൊബൈൽ ഫോൺ വരെ ഇപ്പം ഈ പറഞ്ഞ പോലെ സൈബർ ട്രാക്കിംഗ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള പൊസിഷനിലുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു MLA മുകേഷിൻ്റെ ഫോൺ സൈബറുമായിട്ട് കണക്ട് ചെയ്യുന്നത് സൈബറിന് ഇതാണല്ലോ പണി. മുകേഷിൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ട് മുകേഷിന് വരുന്ന പ്രശ്നങ്ങൾ തീർക്കുക. ഞാൻ ആരോട് ഒരാളൊരു പ്രശ്നം പറയാൻ വിളിച്ചു, ആദ്യമൊക്കെ ഫോൺ എടുത്തു, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള ഒരു ഇത് കാണിച്ചു, അതൊക്കെ ഓക്കെ, സമ്മതിച്ചു തന്നു. അയാളെ തിരിച്ചു വിളിക്കുന്നു, സംസാരിക്കുന്നു, എവിടുന്നാ എന്താന്ന് ചോദിക്കുന്നു. രാഗം രാധാകൃഷ്ണൻ്റെ പേര് കേട്ടപ്പോഴത്തേക്ക് സുഹൃത്തല്ല, അയാൾക്ക് സുഹൃത്തല്ല നിങ്ങളത് എന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ സുഹൃത്തല്ല കേട്ടോ, നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഫോൺ കോൾ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. രാഗം രാധാകൃഷ്ണനെ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അയാൾ എൻ്റെ സുഹൃത്തല്ല, മാന്യമായിട്ട് പറയാം. ഓക്കെ, ഒരു പൊതുപ്രവർത്തകനല്ലേ, ഒരു രാഷ്ട്രീയക്കാരനല്ലേ. ജനങ്ങൾ ആരെങ്കിലും ഒരു പരാതി പറയാനോ ഒരു പ്രശ്നം പറയാനോ വിളിക്കുന്ന സമയത്ത് സൈബറുമായിട്ട് എൻ്റെ ഫോൺ കണക്ട് ചെയ്തതാ, എന്നെ തീർത്ത് കളയുന്ന ഒരു തറ കൊട്ടേഷൻ ഗുണ്ടേനെ പോലെ സംസാരിക്കാൻ നാണോ മാനമല്ലേ മുകേഷിന്? എത്ര കിട്ടിയാലും പഠിക്കില്ല, അഹങ്കാരം തലേൻ്റെ മുകളിൽ. ഒന്ന് രാഷ്ട്രീയക്കാരനാണ്, MLA ആണ്, മറ്റത് ഞാനൊരു നടനാണ്. മതി, സെറ്റല്ലേ?
ഇങ്ങനെ നാണം മാനം കെട്ടി ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിലും സിനിമാക്കാരുടെ ഇടയിലും ഒക്കെ. ആ കൂട്ടത്തിൽപ്പെട്ട മുഴുത്തൊരു ഐറ്റമാണ് ഈ മുകേഷ് എന്ന് പറയുന്നത്. അല്ല എന്ത് പറയാൻ, ഒരു പാവം വിളിച്ച് സംസാരിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഇത്രത്തോളം ഡയലോഗ് അടിക്കാനുള്ളത്. വാർത്തയിലാണ് വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ സാർ? ഞാൻ അങ്ങനെയല്ല സാർ. വാർത്തയാ ഇപ്പം വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാകേഷൻ സുഹൃത്താ. അല്ല ഞാൻ വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതി ഉണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി ശരി ഓക്കെ. അടിച്ച് പിരിക്കും, വീട്ടിൽ കയറി അടിക്കും, തീർത്ത് കളയും. താ ഒരു MLA ആണോ മുകേഷ്? ഓക്കെ, ഈ രാഗം രാധാകൃഷ്ണൻ്റെ പേരിൽ ചിലപ്പോൾ തനിക്ക് കുറേ കോളുകൾ വരുന്നുണ്ടാവും. ആ കോളുകൾ പലതും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറിറ്റേറ്റിംഗ് ആവും, ഒക്കെ ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുന്ന ആളുകളെ തീർത്ത് കളയും, വീട്ടിൽ കയറി അടിക്കും. താൻ ആരുമാണ്? തനിക്ക് അന്തസ്സില്ലേ? താൻ ചോദിച്ച ചോദ്യമാണല്ലോ ഒരുത്തനോട് രാത്രി വിളിച്ചപ്പോൾ തന്നോട് തിരിച്ചു ചോദിക്കുന്നത്. തനിക്ക് അന്തസ്സുണ്ടോ തനിക്ക്? തറ കൊട്ടേഷൻ ഗുണ്ടാളെ പോലെ ഇരുന്നിട്ട് വിളിച്ചൊരു പാവത്തിനോട് അയാൾ എന്താ പറയാനുള്ളത് പോലും കേട്ടിട്ടില്ല. അത് കേൾക്കേണ്ട കാര്യമില്ല. അത്രയും രാഗം രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മുകേഷിന് ഇത്ര പൊള്ളാൻ. നമ്മളോടൊക്കെയാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഇന്ന വ്യക്തി നിങ്ങളുടെ സുഹൃത്താണോ? അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അവർ ആ പ്രശ്നം പറയും. നമുക്കതിനായിട്ടൊരു കണക്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ സുഹൃത്തെ എനിക്ക് ഇതിനായിട്ടൊരു കണക്ഷനും ഇല്ല, എന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇതൊരു മാന്യത. സൈബറിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ കയറി തല്ലും, തീർത്തു കളയും. അയ്യോ, മുകേഷ് ഇപ്പോഴും പഴയ ഏതോ സിനിമയിലെ മറ്റേ ഈരാളി വാസു സെറ്റപ്പിലുള്ള ഏതോ നായകനെന്ന വിചാരം. നാട്ടുകാരുടെ വോട്ട് പിച്ച തെണ്ടി എരന്ന് വാങ്ങി MLA ആയതിനു ശേഷം പിന്നെ നാട്ടുകാരെ നെഞ്ഞെത്തിക്കും. ഇപ്പോൾ ചിലപ്പോൾ പറയും അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആളല്ലല്ലോ വിളിച്ചത്. ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആളാണെങ്കിൽ എന്താ? ഒരാൾ അയാളുടെ സങ്കടം പറയാൻ ഒരു പൊതുപ്രവർത്തകനെ വിളിക്കുന്ന സമയത്ത് തീർത്ത് കളയും, വീട്ടിൽ കയറി അടിക്കുന്നൊക്കെ പറയുന്ന അയാൾ പൊതുപ്രവർത്തകനാ? ഇവൻ പൊതുപ്രവർത്തകനാ? ഇവൻ പൊളിറ്റീഷ്യൻ? അവൻ നാട്ടുകാർ ഇനി ഇങ്ങനത്തെ വിത്തുകളൊന്നും ജയിപ്പിച്ചു വിടരുത്, ഇമാതിരി ഐറ്റങ്ങളൊക്കെ. ഇനി എന്താണെങ്കിലും സാജൻസ്കറിയാം, മറുനാടൻ മലയാളിയിൽ ഈ വ്യക്തിയെ വിളിച്ചു, ഈ ഗൗതമിനെ വിളിച്ചു, എന്താണ് പ്രശ്നങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൗതം പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾ കേൾക്ക്. ഞാൻ രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ കൊല്ലത്ത്. പുള്ളിക്കാരൻ പലരെയും തട്ടിച്ചിട്ടുണ്ടെന്നുള്ള പരാതിയൊക്കെ കേട്ടിട്ടുള്ള ആളല്ലേ? അതെ അതെ. അയാള് പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു, ജോലി വാഗ്ദാനം നൽകി. 5 ലക്ഷം രൂപ? അതെ അതെ. അത് ശരി. അത് എന്നാ മേടിച്ചേ? കഴിഞ്ഞ വർഷം. എന്ത് ജോലി വാഗ്ദാനം? സർക്കാർ ജോലി തരാന്ന് പറഞ്ഞാണോ? അല്ല, HR മാനേജറായിട്ട് പുള്ളിയുടെ ചാനൽ, പുള്ളിയുടെ സ്ഥാപനത്തിൽ HR മാനേജറായിട്ട്. അതിന് നിങ്ങളാ? എന്നിട്ടോ പുള്ളി തന്നില്ല? ജോലി തന്നു. പക്ഷെ 3 മാസം ഞാൻ ജോലിക്ക് പോയി. അവിടെ പുള്ളിക്കാരൻ വരത്തില്ല, എനിക്കൊരു വർക്ക് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. എന്നെ മനഃപൂർവ്വം പറ്റിക്കാനായിട്ടൊരു ഓഫീസ് തുടങ്ങിയതാണ് 5 ലക്ഷം വാങ്ങിക്കാനായിട്ട്. വേറെ പലരും ഇങ്ങനെ പരിചയമുണ്ടായിരിക്കോ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു. അയാളും പൈസ കൊടുത്ത് കയറുതാണോ? അതറിയത്തില്ല, പുള്ളി എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എന്റെ ഒരു ചോദ്യം, ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ? പുള്ളിക്കാരൻ 5-6 പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പരിചയം? ഈ ചാനൽ വഴിയാണ് പരിചയപ്പെട്ടത്. ഈ ചാനലിലാണ് വാർത്ത കണ്ടിട്ട്. അപ്പൊ പരിചയപ്പെട്ടിട്ട് അയാളെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്? അതെ അതെ. അന്നേരം അയാൾ നിങ്ങളുടെ വീട്ടിൽ വന്നു? 2-3 വർഷത്തെ ബന്ധമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ജോലി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ നമ്മളെ ഒരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മളെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് മൊത്തം കംപ്ലീറ്റ് എടുത്തായിരുന്നു. അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ്. അമ്മയും അമ്മുമ്മയും ഞാനുമാണ് വീട്ടിലുള്ളത്. അമ്മ കിഡ്നി പേഷ്യന്റ് ആണ്, അമ്മുമ്മ 86 വയസ്സായി. ഇത് കേട്ടത് നിങ്ങൾക്ക് എന്താ മനസ്സിലായ? ഒരു പച്ച പാവത്തിനെ പറ്റിച്ചതാണ് ഈ രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഭൂലോക ഫ്രോഡ്. ഇവൻ മറ്റേ മീഡിയക്കാരനാണ്,
ഇവന് കുറേ ചാനലും പരിപാടിയും സെറ്റപ്പൊക്കെ ഉണ്ട്, രാഷ്ട്രീയക്കാരായിട്ട് നല്ല ബന്ധമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നല്ല ബന്ധമുണ്ട്, മുകേഷിൻ്റെ മെയിൻ അർത്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ്റെ ഭൂലോക ഫ്രോഡ് തട്ടിപ്പ് പരിപാടികൾ. ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു ലേഡി മുകേഷ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഓഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവൻ്റെ കൈകളാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് അന്ന് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ രാഗം രാധാകൃഷ്ണൻ, അപ്പോൾ അയാൾ പക്ക ഫ്രോഡ്, ഉടായ്പ്. അയാളുടെ അടുത്ത് ഈ പാവം പോയി പെട്ടതാണ്. അയാൾ ഈ മുകേഷിൻ്റെ പേരും പറഞ്ഞ് ഈ പാവത്തിൻ്റെ ഇത് 5 ലക്ഷം രൂപയും വാങ്ങി. ഈ പാവം ഇപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കുറേ ഫോട്ടോ ഇടുന്നു, ഈ മുകേഷ് മത്സരിക്കാൻ നിൽക്കുമ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ പോയിട്ട് കുറേ അവിടുന്ന് കുറേ ബൈറ്റ് എടുക്കുന്നു, ഒപ്പം നടക്കുന്നു, ഫോട്ടോ വിശ്വസിച്ച് പോവുകയാണ്. ഈ രാഷ്ട്രീയക്കാരൊപ്പം ഒരാളെ കണ്ടാലോ, ഒരു മീഡിയക്കാരൻ എന്നുള്ള രീതിക്ക് കാണുമ്പോൾ വിശ്വസിച്ച് പോയി കാണും ഈ പാവം. അത് പറയാൻ വേണ്ടി മുകേഷ് MLA ഒന്ന് വിളിക്കുമ്പോൾ തമ്പുരാന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ വയ്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയുള്ളൊരു MLA ഒരു പൊതുപ്രവർത്തകൻ്റെ അടുത്ത് ആളുകളെ എങ്ങനെ പോയിട്ടൊരു ആവശ്യം പറയും, അവരുടെ ഒരു പ്രശ്നം പറയും, എങ്ങനെ പറയും ഇവൻ്റെ അടുത്തൊക്കെ? ബാക്കി ഒന്ന് കേൾക്ക്. അതുപോലെ തന്നെ ഞാൻ മുകേഷ് MLA വിളിച്ചിരുന്നു. നിങ്ങൾ MLA വിളിച്ചു? ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ 5 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയാണ് എന്റെ അറിവിൽ നല്ല മനുഷ്യനാണ്, അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അപ്പം പറഞ്ഞിരുന്നു. രണ്ടാമത് വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു ഇത് നിങ്ങളുടെ MLA വിളിക്കുക, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറി. അതെ, രണ്ടാമത് വിളിച്ചപ്പോ. അതെ. എന്നിട്ട് പിന്നെ നിങ്ങൾ കേസ് കൊടുത്തു? കേസ് എവിടാ കൊടുത്തേ? നരുവാമൂട് പോലീസ് സ്റ്റേഷൻ. അതെവിടെ? ഇവിടെ തിരുവനന്തപുരത്ത്. അതെ. എന്നിട്ട് പോലീസ് കേസെടുക്കാൻ മടി കാണിച്ചു. എന്നിട്ടോ നിങ്ങൾ എങ്ങനെ അവനെ എടുപ്പിച്ചേ? പിന്നെ നമ്മള് ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, പിന്നെ കാട്ടാക്കട DYSP ഓഫീസുണ്ട്, അവിടെ പരാതി വന്നു, മുഖ്യമന്ത്രി അവിടെ അങ്ങോട്ട് അയച്ചു. പിന്നെ അവർക്ക് ഇടപെട്ടു, പിന്നെ അങ്ങനെ FIR ഇട്ടു. അതുപോലെ തന്നെ അവർക്ക് എതിരെ കേസ് എടുത്ത് മുൻകൂർ ജാമ്യം അവരെടുത്തു. അതാണെങ്കിലും മുഖ്യമന്ത്രിന്റെ ഓഫീസ് കുറെ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഈ ഗൗതമിന്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ രാഗം രാധാകൃഷ്ണനെതിരെ കേസ് ഇടാനുള്ള ഒരു സെറ്റപ്പിലേക്ക് മുഖ്യമന്ത്രിന്റെ ഓഫീസ് ആക്കി കൊടുത്തത്, അയ്യോ എന്തോ ഒരു ഭാഗ്യം. നല്ല കാര്യം ചെയ്യുമ്പോൾ പിന്നെ നല്ല കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ മുകേഷൊക്കെ ഒരു പൊതുശല്യമായിട്ടാണ് പറയുന്നത്. പൊതുപ്രവർത്തകനല്ല ഇയാളൊക്കെ ഒരു പൊതുശല്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ നാട്ടുകാരെങ്ങാനും വല്ല കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ അന്തസ്സുണ്ടോയെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരെ നെഞ്ഞെത്തിക്കും. പിന്നെ താൻ എന്ത് കാണാനാണോ നാട്ടുകാർ ഇന്ന് വോട്ടരന്ന് രാഷ്ട്രീയക്കാരനായി ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആയി നിന്ന് മത്സരിച്ച് ജയിച്ച് കയറിയിട്ടുള്ളത്? നാട്ടുകാരിതൊന്നും കേൾക്കാൻ പറ്റില്ല. ഒരു പ്രശ്നം ഒരാൾ പറയാൻ വിളിക്കുമ്പോൾ തനിക്ക് ഇത്രത്തോളം അസഹിഷ്ണുത. ഇപ്പം രാഗം രാധ, ഇപ്പം ഈ വോയിസ് നമുക്ക് മനസ്സിലായത് എന്താ, ഈ വ്യക്തി ഇതിനു മുമ്പ് മുകേഷിനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയത്ത് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അന്ന് പിന്നെ വോട്ടും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയതുകൊണ്ട് എല്ലാം അതങ്ങോട്ട് നൈസാക്കി. ഇനി അല്ല മുകേഷിന് ഇയാൾ വിളിച്ചിട്ട് ഉപദ്രവിച്ചു, ഇയാൾ മുകേഷിനോട് മോശമായി സംസാരിച്ചു എന്നുള്ള ടേംസ് ആണെന്നുണ്ടെങ്കിൽ മുകേഷിനെ അതിൽ കാണൂലോ അതിൻ്റെ തെളിവുകൾ. മുകേഷ് ഒന്ന് പുറത്തുവിട്, ജനങ്ങൾ അറിയട്ടെ. അല്ല, ഇനി അതാവും പറയാൻ പോണത്, ഈ വ്യക്തി എന്നെ വിളിച്ചിരുന്നു, എനിക്ക് ശല്യമായി, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, രാഗം രാധാകൃഷ്ണൻ എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാന്യത എന്ന് പറഞ്ഞൊരു സാധനമല്ലേ. ഒരു പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുമ്പോൾ, ഒരു MLA ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വിളിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ ഇല്ല സംസാരിക്കുന്നതിന്. എനിക്ക് എവിടെ പൊളിക്കുന്നത് അറിയോ, വീട്ടിൽ കയറി അടിക്കുന്നു, തീർത്ത് കളയുന്നു. ഒരു MLA പറയുന്നതാ സൈബറുമായിട്ട് കണക്ട് ചെയ്ത, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ സൈബറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. അമേരിക്കൻ പ്രസിഡന്റ് വരെ കണക്ട് ചെയ്യില്ല, ഞാൻ MLA സൈബറായിട്ട് കണക്ട് ചെയ്ത ഫോൺ എല്ലാം പോലും. ഇങ്ങനെ കുറേ ഉണ്ടടി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വേട്ടവളിയന്മാർ. ഒറ്റടുത്തിന് വോട്ട് കൊടുക്കരുത്. എന്ത് നടൻ, എന്ത് കാര്യത്തിന് MLA ആയിട്ട് ഇരുത്തണം? നാട്ടുകാർ വിളിക്കുമ്പോൾ ഇതേമാതിരി നാട്ടുകാരെ നെഞ്ഞത്ത് കയറാനോ? ഇതൊരു ആവശ്യം പറയാൻ ഒരാൾ വിളിച്ചതാ, അയാളെ കാര്യം പോലും പറയാൻ സമ്മതിച്ചില്ല. ഒരു പേര് കേട്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ചാടി ഇളകി. എന്നിട്ട് ബാക്കി പറഞ്ഞതിനാണ് എനിക്ക് വീട്ടിൽ കയറി അടിക്കും, വീട്ടിൽ ആൾ വരും, തീർത്ത് കളയും നിന്നെ. എന്തോ ഇത്?